ഒന്നും വേണ്ടച്ചാ. അച്ഛൻ അമൃതത്ത് കഴിഞ്ഞ് വിശ്രമിച്ചാലും ആത്മസുഹൃത്ത് തേജസിംഹനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ ആഗ്രഹം പോലെ തേജസിംഹൻ വരാൻ പരിചാരകരെ അയക്കാം. മകനെ വീരേന്ദ്രസിംഹ, നീ നമ്മുടെ സർവസ്വമാണ്. അക്കാര്യം മറന്നുപോകരുത്. നിന്റെ മുഖത്ത് ഒരു നേരിയ വിഷാദം തെളിച്ചാൽ അമ്മ മഹാറാണിയും നാമം മാത്രമല്ല, ഈ നവകരിലെ പ്രജകളും വിഷമിക്കും. അതുണ്ടാകരുത്. അങ്ങയെക്കുറിച്ചുള്ള മധുര സ്വപ്നങ്ങളിൽ മനസ്സ് തുള്ളിച്ചാടുമ്പോഴും വല്ലാത്തൊരു ഭയം എന്നെ കീഴ്പ്പെടുത്തുന്നു. അന്തഃപുരത്തിന്റെ ഇടനാഴികളിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നത് പോലെ. നമ്മെ വേർപിരിക്കാനാണോ? അങ്ങനെനിക്ക് നഷ്ടമാകുമോ? നഷ്ടമായാൽ തേജസിംഹൻ, എന്താണ് ഇത്ര വൈകിയത്? എന്നെ ദുഃഖത്തിലാഴ്ത്തി ശ്വാസം മുട്ടിക്കുകയാണോ നിന്റെ ഉദ്ദേശം? എന്റെ പ്രിയപ്പെട്ട രാജകുമാര, ഇങ്ങനെ കുട്ടികളെ പോലെ വിഷമിച്ചാലോ? താങ്കൾ രാജ്യം ഭരിക്കേണ്ട പ്രായപൂർത്തിയായ രാജകുമാരനാണ്, പ്രണയഗായകനല്ല. പക്ഷേ പ്രണയം നമ്മുടെ മനസ്സിനെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നു. ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഹോമിക്കാനുള്ളതല്ല രാജകുമാരന്റെ മനസ്സ്. താങ്കൾ നമ്മുടെ പിതാവിന്റെ മന്ത്രിയുടെ മകനാണ്, നമ്മുടെ ആത്മമിത്രമാണ്. അതുകൊണ്ടാണല്ലോ രാജകുമാരന്റെ പേരിൽ ഇത്ര സ്വാതന്ത്ര്യം അടിയനെടുക്കുന്നത്. തേജസിംഹൻ, നമ്മുടെ മനസ്സ് എവിടെയാണ് അലയുന്നതെന്ന് നമ്മുടെ ആത്മമിത്രം മനസ്സിലാക്കുന്നില്ല. തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. വിജയഗഡ് രാജാവായ ജയസിംഹ മഹാരാജാവിന്റെ ഏകപുത്രി ചന്ദ്രകാന്തയുടെ സൗന്ദര്യലഹരിയിൽ അലയുകയാണെന്ന് അടിയന് നന്നായി അറിയാം. അതെ, ചന്ദ്രകാന്തയെ കാണാതെ സംസാരിക്കാതെ ഇനിയും ഒരു വിനാഴിക ജീവിക്കാൻ സാധ്യമല്ലാതാകുന്നു തേജസിംഹൻ. അറിയാം. കാണാനും സംസാരിക്കുവാനും പഴയതുപോലെ എളുപ്പമായിരിക്കില്ല ഇപ്പോൾ. കാരണം നമുക്കിടയിൽ ശക്തനായ ഒരു ശത്രു വളരുന്നുണ്ട്. ചന്ദ്രകാന്തയ്ക്കും നമുക്കുമെതിരായി ശത്രുവോ? അതെ, ചന്ദ്രകാന്തയെ സ്വന്തമാക്കണമെന്നും രാജ്യം കീഴ്പ്പെടുത്തണമെന്നും ഗൂഢാലോചന നടത്തുന്ന ശക്തനായ ശത്രു. ആരാണ് അയാൾ? വിജയഗഡിലെ ജയസിംഹ മഹാരാജാവിന്റെ മന്ത്രിപുത്രൻ ക്രൂരസിംഹൻ. എന്ത്? ചന്ദ്രകാന്തയുടെ രാജ്യത്തെ കൃപത് സിംഹന്റെ പുത്രൻ ക്രൂരസിംഹനോ? അതെ, ക്രൂരസിംഹൻ, ചന്ദ്രകാന്തയെ മോഹിക്കുന്ന വിജയഗഡിന്റെ മന്ത്രിപുത്രൻ. ഇയാൾ ക്രൂരസിംഹൻ, ജയസിംഹ രാജാവിന്റെ മന്ത്രി കൃപത് സിംഹന്റെ പുത്രൻ. ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ ഏത് നീചമാർഗവും സ്വീകരിക്കുന്ന ദുഷ്ടതയുടെ പ്രതീകം. ചന്ദ്രകാന്തയെ സ്വന്തമാക്കാനുള്ള താല്പര്യവും വിജയഗഡിന്റെ ചക്രവർത്തി പദവും ഇയാളുടെ മോഹമാണ്. ചന്ദ്രകാന്ത, എവിടെ ചന്ദ്രകാന്ത? എവിടെ ചന്ദ്രകാന്ത? വിജയഗഡ് കൊട്ടാരത്തിലെ അന്തഃപുരത്തിൽ. പറയൂ, വിജയഗഡിലെ മഹാരാജാവ് ജയസിംഹന്റെ മകൾ ചന്ദ്രകാന്ത ആർക്കുള്ളതാണ്? ചന്ദ്രകാന്ത ക്രൂരസിംഹകുമാരന് വേണ്ടിയല്ലേ ജനിച്ചതും വളർന്നതും? അതെ, നമുക്കുള്ളതാണ് ചന്ദ്രകാന്ത. മറ്റാരും അവളെ തട്ടിയെടുക്കാൻ നാം അനുവദിക്കില്ല. അതിനാണ് മഹാമാന്ത്രികരായ നിങ്ങൾ രണ്ടുപേരുടെയും സഹായം നമുക്ക് വേണ്ടത്. അങ്ങയെ സഹായിക്കാനല്ലേ ഞങ്ങൾ ഏതു നേരവും ഈ കൊട്ടാരത്തിൽ കൽപ്പനയ്ക്കായി കാതോർത്തു നിൽക്കുന്നത്. ഒരു മന്ത്രിയുടെ മകന് മകളെ മണവാട്ടിയായി തരാൻ ജയസിംഹ മഹാരാജാവ് ഒരിക്കലും തയ്യാറാകില്ല. മാത്രമല്ല, ചന്ദ്രകാന്ത വീരേന്ദ്രസിംഹനെ സ്നേഹിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ പിന്നെ നമുക്ക് ചന്ദ്രകാന്തയെ എങ്ങനെ സ്വന്തമാക്കാമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ചന്ദ്രകാന്തയെ മാന്ത്രിക വിദ്യയാൽ തട്ടിയെടുത്ത് ഒളിച്ചോടിയാലോ കുമാര? ഛേ, യവൻ വിട്ടിത്തമല്ലാതെ ഒന്നും പറയില്ല കുമാര. തട്ടിയെടുത്താൽ എങ്ങോട്ട് ഒളിച്ചോടും? അങ്ങനെ ചെയ്താൽ മഹാരാജാവ് കുമാരന്റെ മന്ത്രിയായ അച്ഛനെ വെറുതെ വിടുവോ? ഇല്ല, അത് അപകടമാണ്. വീരേന്ദ്രകുമാരനെയും മന്ത്രവാദിയായ സ്നേഹിതൻ തേജസിംഹനെയും എങ്ങനെയെങ്കിലും പിടികൂടണം. എന്നിട്ട് ആരും അറിയാത്ത ഒരിടത്ത് തടങ്കലിടണം. അതിനുശേഷം അനുകൂലമായ ഒരവസരം വരുമ്പോ മഹാരാജാവിനെ വധിച്ച് വിജയഗഡിലെ സിംഹാസനം കൈയടക്കണം. പിന്നെ നമുക്ക് ചന്ദ്രകാന്തയോടൊപ്പം സുഖജീവിതം നയിക്കാം. പക്ഷെ കുമാര, മഹാരാജാവിന്റെ മരണശേഷം അങ്ങക്ക് സിംഹാസനത്തിൽ കയറിയിരിക്കാൻ കഴിയുമോ? ജനങ്ങൾ അങ്ങയെ രാജാവാക്കുമോ? ഇപ്പോൾ പറഞ്ഞത് വിട്ടിത്തമല്ല, ആലോചിക്കേണ്ട കാര്യമാണ്. എന്തു ചെയ്യും? ഒരു വഴിയുണ്ട്. നമ്മുടെ അതിർത്തി പ്രദേശത്ത് ആഭ്യന്തര കലഹമുണ്ടാക്കണം. വിജയ്ഗഡിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം തകർന്നാൽ പ്രജകൾ വീരേന്ദ്രസിംഹന് നേരെ തിരിയും. ആ അവസരമായിരിക്കണം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അതിർത്തിയിലേക്ക് ഞങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് കുമാരൻ ഞങ്ങളുടെ ഒരു വ്യവസ്ഥയെ അംഗീകരിക്കണം. എന്ത് വ്യവസ്ഥ? പറയാം കുമാര. കുമാരൻ രാജാവായി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളുമായിരിക്കണം വിജയ്ഘട്ടിന്റെ മന്ത്രിമാർ. ഈ വ്യവസ്ഥ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സാമർഥ്യം കണ്ടറിയാം. നിങ്ങളുടെ വ്യവസ്ഥ പൂർണ്ണമായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. മന്ത്രികുമാരന് പ്രണാമം. ചന്ദ്രകാന്ത രാജകുമാരിയെ നിരീക്ഷിക്കാൻ അങ്ങേൽപ്പിച്ചിരുന്ന ചാരനിൽ നിന്ന് ഒരു സന്ദേശമുണ്ട്. എന്താണ്? ഇന്ന് സന്ധ്യ മയങ്ങുമ്പോൾ ചന്ദ്രകാന്ത രാജകുമാരിയെ കാണാൻ നവഗഡിലെ രാജകുമാരൻ വീരേന്ദ്രസിംഹൻ ഉദ്യാന മണ്ഡപത്തിലെത്തുന്നു. പാടില്ല, പാടില്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഉദ്യാന മണ്ഡപത്തിലെത്തുന്ന വീരേന്ദ്രസിംഹൻ ജീവനോടെ പോകാൻ പാടില്ല. നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നു, വിജയഗഡിന്റെ അധികാരം കയ്യിലെത്തുന്നത് വരെ, ചന്ദ്രകാന്തി എന്ന സുന്ദരിയെ സ്വന്തമാക്കും വരെ നമുക്കിനി വിശ്രമമില്ല. ഇത് സത്യം, സത്യം, സത്യം. വിരഹത്തിന്റെ ചൂട് താങ്ങാനാകാതെ ചന്ദ്രകാന്ത വീരേന്ദ്രസിംഹനെ കാണാൻ പുറപ്പെട്ടു. തന്റെ പ്രിയതമയെ കാണാൻ കഠിനമായ വഴികളിലൂടെ വീരേന്ദ്രസിംഹൻ ഉദ്യാനത്തിലെ വെണ്ണക്കൽ മണ്ഡപത്തിൽ. നവഗഡിലെ യുവരാജാവായ വീരേന്ദ്രസിംഹ രാജകുമാരൻ. ഈ ത്രിസന്ധിയിൽ വിജയഗഡിലെ രാജകുമാരി ചന്ദ്രകാന്തയെ രഹസ്യമായി കാണാൻ വെണ്ണക്കൽ മണ്ഡപത്തിൽ കാത്തു നിൽക്കുന്ന കാമുകൻ. അതെ, അതിന് മന്ത്രിയുടെ മകൻ എന്ത് വേണം? നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കൂ. കൊടുക്കാം. കൊച്ചനെ, വെറുതെ കാത്തു നിന്നിട്ട് കാര്യമില്ല. ചന്ദ്രകാന്ത രാജകുമാരിയെ ഈ നിൽക്കുന്ന മന്ത്രിപുത്രൻ ക്രൂരസിംഹകുമാരൻ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ചന്ദ്രകാന്തയെ വിവാഹം കഴിച്ച് വിജയഗഡിലെ രാജകുമാരനായി ഭരിച്ചു കളയാമെന്ന മോഹം ക്രൂരസിംഹനുണ്ടെന്ന് നാം അറിയുന്നു. മോഹങ്ങളെല്ലാം സത്യമാണെന്നില്ല മന്ത്രിപുത്ര. പക്ഷേ ക്രൂരസിംഹന്റെ മോഹങ്ങളെല്ലാം സത്യമായിട്ടുണ്ട്. ഉദ്യാന മണ്ഡപത്തിൽ ചന്ദ്രകാന്തയെ കാണാനെത്തിയ ഈ കള്ളക്കാമുകനെ പിടികൂടി മഹാരാജാവിന്റെ മുമ്പിൽ ഹാജരാക്കാൻ മന്ത്രിപുത്രൻ തീരുമാനിച്ചിരിക്കുന്നു. നവഗഡിലെ യുവരാജാവ് വീരേന്ദ്രസിംഹനെ പിടിച്ചുകെട്ടാൻ ശക്തിയുള്ള മന്ത്രിപുത്രനോ? വീരേന്ദ്രസിംഹൻ ചന്ദ്രകാന്തയെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കൺകുളിർക്ക് കണ്ട് മനംകുളിർക്ക് സല്ലപിച്ചിട്ടേ പോകൂ. ഇല്ല, കാണില്ല, സല്ലപിക്കില്ല. യോദ്ധാവിന്റെ ആയുധം നാവല്ല, കരവാളാണ്. നവഗഡിനെതിരെ ചലിപ്പിച്ച നാവുകളെയും ശിരസുകളെയും കൊയ്തെറിഞ്ഞ വീരേന്ദ്രന്റെ പടവാളിനെ തോൽപ്പിക്കുവാൻ മന്ത്രിപുത്രന്റെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ എടുക്കാം. എങ്കിൽ എടുക്കൂ നിന്റെ പടവാൾ. തോൽവി സമ്മതിച്ചാൽ വീരേന്ദ്രസിംഹൻ ഇനിയും ജീവിക്കാം, അല്ലെങ്കിൽ ദയനീയമായി മരിക്കാം. മരണം സംഭവിച്ചാലും തോൽവി സമ്മതിക്കുന്നവരല്ല നവഗഡിലെ രാജാക്കന്മാർ.
എങ്കിൽ നവഗഡിലെ രാജകുമാരന്റെ തോൽവി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആയുധമെടുക്ക്. ആണുങ്ങൾക്ക് ചേരാത്തത് ചെയ്തു നടക്കുന്ന ആണത്വമില്ലാത്ത നിന്നെ നേരിടാൻ വീരേന്ദ്രസിംഹന് ആയുധത്തിന്റെ ആവശ്യമില്ല.